ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നന്ദുവാണ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ നല്ലൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലാണ്. അപ്പോൾ അതിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ പോയി ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് അടിച്ചിട്ട് പോകുന്നു. ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നപ്പോൾ നൂൽപുട്ട് മാത്രമായിട്ടുള്ളൂ. കറി ആകുന്നേയുള്ളൂ, വിസിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, സെൽഫി എടുത്തു. മന്ദറിന് ആദ്യം ഒന്നും മനസ്സിലായി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ. പനിയൻ്റെ അടുത്തേക്ക് ജസ്റ്റ് പോയപ്പോൾ നല്ല രീതിയിൽ കൂർക്ക വലിച്ചു വെക്കുന്നത്. അങ്ങനെ കടലക്കറിയും കൂട്ടിപ്പിടിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ മേക്ക് ചെയ്യുന്നു. നല്ലൊരു പിടി പിടിച്ചു. നേരം വിളിച്ചമ്പത്തല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് അടിച്ച് കയറ്റി നോക്കി വേം വിട്ടു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് വണ്ടി എടുത്തൊന്നുമില്ല, വണ്ടി കൂട്ടുകാരെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോണ പോക്കിൽ നമ്മൾ കാരണൂരുണ്ടായിരുന്നു. കാരണൂരോട് ഒരു സലാം പറഞ്ഞ് രാവിലെ തന്നെ പിന്നെയും നടന്നു. റോട്ടുമയ്ക്ക് ഒരു 10-50 മീറ്റർ നടക്കാണ്ടായിരുന്നു. നടന്നൊരു കയറ്റൊക്കെ കയറി. അങ്ങനെ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓന് പിക്ക് ചെയ്ത് ഞങ്ങളെ മെയിൻ ടൗണായ ചട്ടിപ്പറമ്പ് എത്തി. ചട്ടിപ്പറമ്പ് അങ്ങാടിയാണിത്. ഞങ്ങൾ ടൗൺ, ഞങ്ങൾ സിറ്റി എന്നൊക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കും. അവിടുന്ന് പെരിന്തമണ്ണ റോട്ടിനാണ് നമ്മളെ കടയുള്ളത്, അതായത് നമ്മളെ റൂമുള്ളത്, പെയിൻറ്റിങ്ങിൻ്റെ റൂമുള്ളത്. ചട്ടിപ്പറമ്പിലെ പ്രധാനമായിട്ട് പറയാനുള്ളത് ചട്ടിപ്പറമ്പ് ചന്ത, കന്നുകാലി ചന്ത, അതുപോലെ തന്നെ മാർക്കറ്റ്. ഈ മാർക്കറ്റിനോട് ചേർന്നിട്ടാണ് ഞങ്ങളെ സ്ഥാപനം ഉള്ളത്, ഞങ്ങളുടെ ബിൽഡിംഗ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കമ്പനീൻ്റെ പേര് ഇവിടെയുള്ള ബോർഡ് ഇവിടെ കാണാം, റെയിൻബോ പെയിൻറ്റ് വർക്ക് എന്നാണ്. ഇതാണ് ഞങ്ങൾ ഞങ്ങളെ രാവിലെ ഒത്തുകൂടുന്ന ഒരു ഏരിയയാണ് ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ റൂം. കണ്ടോ, ഇതാണ് ഞങ്ങൾ റൂമിൽ ഞങ്ങൾ പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സെറ്റാണ്. ഞങ്ങളെ കുറച്ച് പേര് എല്ലാവരും കൂടി ഉള്ളൊരു പിക്കും കാര്യങ്ങളും. പിന്നെ 7 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തണം, അതാണ് മെയിൻ റീസൺ. 7 മണീന് മുന്നേ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ അന്ന് ആൾക്ക് പണിക്ക് പോകാനും സാധിക്കില്ല, പണിക്ക് വിടുവില്ല മുതലാളി. പിന്നെ എന്താ വെച്ചാൽ, പിന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ എവിടെയാണോ പോകണമെന്ന് വെച്ചാൽ ആ സൈറ്റിൻ്റെ സ്ഥലം, പിന്നെ ഡേറ്റ്, എല്ലാ കാര്യങ്ങളും നമുക്കായിട്ടുള്ള ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ എഴുതണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കോട്ടക്ക് റോഡിന് കുറച്ച് പോരുമ്പോൾ തന്നെ 2 സൈഡിലും നല്ല മരങ്ങളുള്ള കുറച്ച് ഏരിയ കാണാം. ഈ ഏരിയ കാണും പ്രത്യേക ഒരു രസമാണ്. ഒന്നും പറയില്ല, അടിപൊളി വ്യൂ ഉള്ളൊരു ഏരിയയാണ്. അതൊരു മഞ്ഞാകുമ്പോഴും മഴയാകുമ്പോഴും വെയിലാകുമ്പോഴും ഒക്കെ വേറെ ഒരു പ്രകൃതി നമുക്ക് വേറെ നേക്ക് നമുക്ക് കാണും. അങ്ങനെ ഞങ്ങൾ കോട്ടക്ക് പുത്തൂരെത്തി. പുത്തൂർ ഇറക്കാണ് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുത്തൂർ ഇറക്കത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നല്ല ഇറക്കാണ്. അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം വന്നിട്ടുണ്ട്. കോട്ടക്കൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ടൗൺ ആയത് കാരണം തന്നെ ഒരുപാട് മണിക്കൂറോളം തിരക്കേക്കാറും, ഭയങ്കര തിരക്ക്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്കേക്കാറും. ഇത് പുത്തൂർ സെൻറ്ററാണ്. ഇത് കഴിഞ്ഞാൽ തന്നെ താഴെ കോട്ടക്കലെത്തി. കോട്ടക്കലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആയുർവേദശാലേൻ്റെയാണ് കോട്ടക്കലിൻ്റെ പ്രത്യേകത മെയിനായിട്ട് വരുന്നത്. ഒരുപാട് ആൾക്കാർ ലോകത്തുള്ള പല ഭാഗത്തുള്ള ആൾക്കാരും എത്തുന്നതാണ് കോട്ടക്കൽ. ഇത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡാണ്, പുതുതായി പണിത ബസ് സ്റ്റാൻഡാണ്. ഇത് കോട്ടക്കൽ ആയുർവേദശാലേൻ്റെ മെയിനാണ്. ഇവിടെയാണ് മ്യൂസിയം, അതുപോലെ തന്നെ ആയുർവേദശാലേൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇവിടുന്നാണ്. നമ്മൾ ആയുർവേദ കോളേജിലാണ് നമുക്ക് വർക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ കോളേജിലേക്കുള്ള റൂട്ടിന് കയറി. രാവിലെ തന്നെ ഒന്നും സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന്. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ആയുർവേദ കോളേജിലെത്തി നമ്മൾ. ഇതാണ് മെയിൻ എൻട്രൻസ്, കോളേജിൻ്റെ എൻട്രൻസ്. കോളേജിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഉദ്യാനവും കാര്യങ്ങളൊക്കെ കാണാം, ഗാർഡനുമായിട്ടും അങ്ങനെയുള്ളൊരു കോളേജ് ഫീൽ തന്നെ. ഇതിൻ്റെ ബാക്കിലാണ് ഹോസ്പിറ്റലും, കുട്ടികൾക്കുള്ള ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ, അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് വർക്കുള്ളത് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് നമുക്ക് വർക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റിനെ വിളിച്ച് പ്രിൻസിപ്പാൾ ബിന്ദു മാഡത്തിൻ്റെ റൂം തുറന്നു തന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. ചേട്ടൻ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, പഠിക്കരുതെന്നൊക്കെ പറഞ്ഞ് മൂപ്പര് പോയി. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, പെട്ടെന്ന് ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് മാറ്റി ഞങ്ങൾ വർക്കിങ്ങിന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത് ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് കുതിര എന്ന് പറയും, ലാഡർ എന്ന് പറയും. ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ വിലങ്ങൂല, അത്രയും വലിയൊരു സാധനമായിരുന്നു. അപ്പോൾ ഇത് പിടിച്ച് നടക്കലായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും അധികം റിസ്ക് ഉള്ളൊരു പണിയായി നമുക്ക് തോന്നി. പെയിൻറ്റിങ് നമുക്ക് റിസ്ക് ഉള്ളതായി തോന്നില്ല. 1:30 വർക്ക് ഞങ്ങൾ ഫിനിഷ് ചെയ്ത് ഞങ്ങൾ ഡ്രസ്സ് മാറ്റി ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിങ്ങിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ക്യാൻറ്റീൻ അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ കയറി, നല്ല ഭക്ഷണമായിരുന്നു, അടിപൊളി സൂപ്പർ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും റൂമിനുള്ളിൽ കയറി. ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കാനും ജനലൊക്കെ അടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ച്
ഫിനിഷിങ്ങിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സാധനങ്ങളും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായി. അങ്ങനെ മുതലാളി വിളിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ഒന്ന് എടുത്തു വെച്ചു. നമുക്ക് ചാനലുണ്ട്, റെയിൻബോ പെയിൻറ്റ് വർക്ക് എന്നാണ് ഫേസ്ബുക്ക് ചാനലിൻ്റെ പേജ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റിനെ വിളിച്ച് അപ്പോൾ ഡോറൊക്കെ കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ച് ഞങ്ങൾ സാധനങ്ങൾ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങി. ഈ വണ്ടിയുമേലാണ് ഇപ്പോൾ നമ്മൾ പോകാൻ കണ്ടിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും അതിനുള്ളിൽ പെറുക്കി കൂട്ടി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ പോന്നു. നേരെ റൂമിലെത്തി, സാധനങ്ങൾ കൊടുന്ന് ഇറക്കി കുറച്ച് നേരം അവിടെ ഇരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഫാൻ ഇട്ടു കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ബെല്ലൈക്കൺ നിർത്തുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.